മറ്റേതൊരാളെയും പോലെ സാധാരണമായാണ് സൊറായ ടെർബീക്ക് എന്ന പെൺകുട്ടിയും തന്റെ ജീവിതം ആരംഭിച്ചത്. എന്നാൽ പതിയെ സൊറായയുടെ യാത്രയിൽ അസാധാരണമായ വെല്ലുവിളികൾ ഉയരാൻ തുടങ്ങി. ഓട്ടിസം, ഡിപ്രഷൻ, ആങ്സൈറ്റി, ആഘാതം, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവ സൊറായയുടെ ബാല്യവും കൗമാരവും ഒക്കെ പോരാട്ടവേദിയാക്കി. സ്കൂളിലെ ബുള്ളിയിങ് ഈ പോരാട്ടങ്ങൾ കൂടുതൽ വഷളാക്കി. ആഴത്തിലുള്ള വൈകാരിക മുറിവുകളിലേക്കും ഒറ്റപ്പെടലിലേക്കും സൊറായയെ നയിച്ചു. ആശ്വാസം കണ്ടെത്താൻ തീരുമാനിച്ച നെതർലാൻഡ്സുകാരിയായ സൊറായ വിവിധ ചികിത്സകൾ തുടർന്നു. 30 ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി സെഷനുകൾക്ക് വിധേയയായി. നിരവധി മരുന്നുകൾ പരീക്ഷിച്ചു. അങ്ങനെ പലതും. ഈ പോരാട്ടങ്ങൾക്കിടയിലും ലക്ഷണങ്ങളിൽ നിന്ന് ശാശ്വതമായ ഒരു പരിഹാരവും ലഭിച്ചില്ല. ഓരോ പുതിയ ചികിത്സയും പ്രതീക്ഷ നൽകി. പക്ഷേ ആശ്വാസം എല്ലായ്പ്പോഴും താൽക്കാലികമായിരുന്നു. ഈ വെല്ലുവിളികൾ വ്യക്തിപരമായ പോരാട്ടം മാത്രമല്ലായിരുന്നു, സാമൂഹികവും കൂടിയായിരുന്നു. കാരണം അവളുടെ കഷ്ടപ്പാടുകളുടെ ആഴം മനസ്സിലാക്കാൻ കഴിയാത്തവർ സൊറായയെ നിരന്തരം കുറ്റപ്പെടുത്തി. ദയാവധത്തെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. രോഗാവസ്ഥയിൽ പുരോഗതിയില്ലാത്തതും അസഹനീയമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും അവസാന മാർഗമെന്ന നിലയ്ക്ക് മരണത്തിന് വിട്ടുകൊടുത്ത് സഹായിക്കാൻ അനുവദിക്കുന്ന ഈ നിയമം വർഷങ്ങളുടെ വേദനയ്ക്ക് ശേഷം അവൾക്ക് പ്രതീക്ഷയേകി. അങ്ങനെ 2020 ഡിസംബറിൽ ഒരു ദശാബ്ദക്കാലത്തെ നിരന്തരമായ മാനസിക പീഡനങ്ങൾക്ക് ശേഷം ഡച്ച് നിയമപ്രകാരം സൊറായ ദയാവധത്തിന് അപേക്ഷിച്ചു. സങ്കീർണമാണ് ദയാവധത്തിന്റെ അനുമതിക്കുള്ള പ്രക്രിയകൾ. വിദഗ്ധരടങ്ങുന്ന സമിതിയാണ് ഈ അപേക്ഷ പരിഗണിക്കുന്നത്. സൊറായയുടെ അപേക്ഷ ഒന്നിലധികം കർശനമായ സൈക്യാട്രിക് വിലയിരുത്തലുകൾ ഉൾപ്പെടുന്ന 3 വർഷത്തെ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടു. 3 സൈക്യാട്രിസ്റ്റുകൾ സൊറായയുടെ അവസ്ഥ ഭേദമാക്കാനാവില്ലെന്ന് വിലയിരുത്തി. ദയാവധമെന്ന സൊറായയുടെ പ്രതീക്ഷ അംഗീകരിക്കപ്പെടുന്നതിന് വഴിയൊരുക്കി. അന്നു മുതൽ തന്റെ മരണത്തിനായുള്ള ഒരുക്കങ്ങളും തുടങ്ങി. സൊറായയ്ക്ക് സമ്മിശ്ര സ്വീകാര്യത ലഭിച്ചു. പലരും അവളുടെ ധീരതയെയും നിയമവ്യവസ്ഥയുടെ അനുകമ്പയും പ്രശംസിച്ചപ്പോൾ മറ്റു പലർ ദയാവധം അനുവദിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ചർച്ചയാക്കി. അങ്ങനെ 2024 മെയ് 22 സൊറായയുടെ ദയാവധം നടത്തി. തന്റെ വീടിന്റെ കംഫർട്ട് സോണിൽ തന്റെ പങ്കാളിക്കും പ്രിയപ്പെട്ട പൂച്ചകൾക്കുമൊപ്പം സൊറായ അവളുടെ അവസാന നിമിഷങ്ങൾ ചെലവഴിച്ചു. സൊറായ അവസാന അഭിമുഖങ്ങളിൽ തന്റെ നീണ്ട പോരാട്ടത്തിന്റെ പരിസമാപ്തിയിൽ ആശ്വാസം പ്രകടിപ്പിച്ചു. മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റങ്ങളുടെ പര്യാപ്തത, ദയാവധത്തിന്റെ എത്തിക്സ് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ സൊറായ ടെർബീക്കിന്റെ മരണം മായാത്ത മുദ്ര പതിപ്പിച്ചു. അവളുടെ ജീവിതവും മരണവും കഠിനമായ മാനസിക രോഗമുള്ളവർ നേരിടുന്ന വലിയ വെല്ലുവിളികളുടെയും ജീവിതാവസാന തീരുമാനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു. നിശബ്ദതയിൽ കഷ്ടപ്പെടുന്നവർക്ക് എന്നും പ്രചോദനമായി സൊറായ തുടരുന്നു.